നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വെൽക്കം സർ. താങ്ക് യു. ഇതൊക്കെ നിരഞ്ജന്റെ ഏർപ്പാടായിരിക്കും അല്ലേ? വെൽക്കം ബാക്ക് സർ. ഡാഡിയെ കയ്യിലെടുക്കാൻ ഓരോ നമ്പറുകളെ. നീ വല്ലതും പറഞ്ഞോ? ഏയ് ഞാനൊന്നും പറഞ്ഞില്ല. എന്റെ ശരീരത്തിന് മാത്രമേ പാതി ബലം നഷ്ടമായിട്ടുള്ളൂ. കാതുകൾക്ക് ഇപ്പോഴും നല്ല ശക്തിയാ. സർ, നമുക്ക് ക്യാബിനിലേക്ക് പോകാം. ഐ വാണ്ട് ടു ഡിസ്കസ് യു എ സീരിയസ് മാറ്റർ. നമ്മുടെ ദേവിയെ കുറിച്ചാ. ദേവികയെ കുറിച്ച് എന്ത് മാറ്റർ? അതിപ്പോ ഇവിടെ വെച്ച് തന്നെ പറയണോ? അഡ്മിനിസ്ട്രേറ്റർക്ക് എന്റെ ക്യാബിനിലേക്ക് വരാം. പോവാ. ഡോക്ടർ ജയശങ്കർ തിരികെ എത്തി. സോ അലേർട്ടായിരിക്കണം നമ്മൾ. ഈച്ച് ആൻഡ് എവറി മൊമെന്റ് ബി കെയർഫുൾ. ദേവികയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്ന ഡാഡി പറഞ്ഞത്? ആദ്യം ഞാൻ കസേരയിൽ ഇരിക്കട്ടെ, എന്നിട്ട് പറഞ്ഞാ പോരെ? നിരഞ്ജനിരിക്കുക. ഇല്ല സർ, ഞാനൊന്ന് പുറത്തു പോകാൻ നിൽക്കായിരുന്നു. ഓ, സാറ് വന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. ഒരു മിനിറ്റ്. ഇനി മോൾക്കെന്താ അറിയണമെന്ന് പറഞ്ഞത്? ഇത്ര പെട്ടെന്ന് ഡാഡി മറന്നോ? ദേവികയുടെ എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? അത് എന്താണെന്ന് എനിക്ക് അറിയേണ്ടത്. ദേവികയ്ക്ക് മെച്ചപ്പെട്ടൊരു ജോലി വേണം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാനത് ആലോചിക്കുക. ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതായിരിക്കും നല്ലത്. ജോലി 1 വർഷത്തെ ശമ്പളമൊക്കെ ഒന്നിച്ച് കൊടുത്തതല്ലേ? ഇനിയിപ്പോ പുതിയതായിട്ട് എന്ത് ജോലിയാണാവോ? പൂച്ചയ്ക്ക് പുല്ല് പറിക്കാനാണോ അതോ കാക്കയുടെ കാലെണ്ണാനാണോ? നല്ലൊരു തൊപ്പിയും കുപ്പായം കൊടുത്താ ഗേറ്റിൽ കൊണ്ടുപോയി നിർത്താം സെക്യൂരിറ്റി ആയിട്ട്. അതെന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നീ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാതെ വേവലാതിപ്പെടുന്നത്? സർ, ഞാൻ പോയിട്ട് വരാം. പെട്ടെന്ന് വരില്ലേ? നമുക്കൊന്നിരിക്കണം. ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട്. വഴിമാറ്. ഡാഡി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ദേവികയ്ക്ക് വേണ്ടി ഒരു ഫേവറും ഡാഡിയുടെ ഭാഗത്ത് നിന്നുണ്ടാവരുത്. അത് ഇന്നെ തോൽപ്പിക്കുന്നതിന് തുല്യ. നിനക്ക് നാണമില്ലേ മോളെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പറയാനും? ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു പാവം പെൺകുട്ടിയാണ് ദേവിക. അവളോട് ഒരല്പം കരുണ കാണിച്ചാൽ സമ്പൽ സമൃദ്ധിയുടെയും സൗഭാഗ്യത്തിന്റെയും നടുവിൽ ജീവിക്കുന്ന നീ എങ്ങനെ ചെറുതാവുമെന്ന? നിന്റെ ഈ ദുഷിച്ച ചിന്തകളിലൂടെ നീ സ്വയം ചെറുതാകുകയാണ്. ഡാഡി എന്തൊക്കെ പറഞ്ഞാലും ശരി, അവൾക്ക് വേണ്ടി ഒരു സഹായം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അത് വിട്. സ്വന്തം തലച്ചോറ് കൊണ്ട് ചിന്തിച്ച് സ്വയം തീരുമാനം എടുക്കുന്ന ആളാണ് ഞാൻ. അത് നിനക്കറിയാവല്ലോ. എന്റെ തീരുമാനം ഞാൻ നിന്നെ വഴി അറിയിക്കാം. തൽക്കാലം മോളി എന്ന് സ്വന്തം ജോലി നോക്കും. ഡാഡി, ഞാൻ പറയുന്നൊന്ന് കേൾക്കും. വേണ്ട, നീ നേരെ നിന്റെ ക്യാബിനിലേക്ക് ചെല്ല്. എന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കും. എനിക്കിവിടെ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. ചെല്ല്. ജയശങ്കർ സാറ് എനിക്ക് ജോലിയുടെ കാര്യം സംസാരിച്ചിരുന്നോ?
എന്തിനാത്? ജോലി എന്തിനാ? ജീവിക്കാൻ. ആ, നന്നായി. ഉള്ള ഒരു ജോലി തന്നെ പലരുടെ ഉറക്കം കെടുത്ത അന്നേരാ പുതിയത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ വ്യക്തമായ ചില പദ്ധതികളുണ്ട്. അത് നടപ്പാക്കുകയും ചെയ്യും, ഉറപ്പ്. ആ കൈപിടിച്ച് വളർന്നവനാ ഞാൻ. ആ വിരൽത്തുമ്പിൽ പിടിക്കുമ്പോൾ എനിക്കറിയാം ആ ഹൃദയത്തിന്റെ മിടിപ്പ്. ഹൃദയം, ആ വാക്ക് കേൾക്കുമ്പോ ഇപ്പൊ എന്റെ ഹൃദയത്തില് ഒരു കൊള്ളിയം പൊളയും. ആ, ശരത്തിനെ കുറിച്ചുള്ളൊരു വിവരം പറയാൻ കൂടിയാ ഞാൻ കാണണമെന്ന് പറഞ്ഞത്. എന്താ സർ? ശരത്ത് പുതിയ വീട് വാങ്ങാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. വീട് വാങ്ങാനോ? അതെ, സ്വാമിയുടെ കണ്ടെത്തല. സ്വാമി പിന്നെ അവന്റെ പിന്നാലെ ആണല്ലോ. ചില പ്രീമിയം വില്ലകളൊക്കെ അദ്ദേഹം പോയി കണ്ടെത്തേ. 1 കോടിക്ക് മുകളിലുള്ളവയാണ് നോട്ടം. അതിന് മാത്രം പണം? അവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. പണത്തിന് അവൻ എന്തോ വഴി കണ്ടിട്ടുണ്ട്. ആരാണ് ഉന്നം, എന്താണ് വഴിയെന്നറിയില്ലല്ലോ. അവന്റെ തനി നിറം എങ്ങനെ നിത്യയെ ബോധിപ്പിക്കുന്നുള്ളതാ? എങ്ങനെയും ബോധിപ്പിക്കണം, തെളിവ് സഹിതം. ഒരു കോൾഡ് ബ്ലഡഡ് ക്രിമിനലാണവൻ. ശീതരക്തമുള്ള അപകടകാരി. അവന്റെ ഒപ്പമുള്ള നിത്യയുടെ യാത്രകൾ പോലും അപകടമാണ്. ആ സമയത്ത് ചില വാഹനങ്ങളൊക്കെ വീടിന് മുൻപിൽ വന്നു പോകുന്നുണ്ട്. 1-2 തവണ അവൻ ഇറങ്ങിപ്പോയി സംസാരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇരകൾക്ക് വേണ്ടി വല നെയ്ത് കാത്തിരിക്കുന്ന ചിലന്തിയാണവൻ. ആ വല നമുക്ക് പൊട്ടിക്കണം, പിന്തുടർന്ന് പിടിക്കണം. ഒരുപാട് ശ്രമിക്കേണ്ടി വരും നമ്മള്. നിത്യയും മുത്തശ്ശിയൊക്കെ അവൻ അത്രയ്ക്ക് കയ്യിലെടുത്തിരിക്കോ. ഒരുമാതിരി അഭിനയം കൊണ്ടുള്ള കണ്ണുകെട്ടൽ. പുള്ളിപ്പുലിയുടെ പുള്ളി വെള്ളപൂശി മായ്ക്കാൻ പറ്റില്ലല്ലോ. പിടിക്കപ്പെടും, പിടിക്കപ്പെടണം. വൈറൽ ജോഡികള് സല്ലാപത്തിലാണല്ലോ. ചെറിയൊരു പണി കൊടുക്ക. എന്നെ സമ്മതിക്കണം. ശരത്താണ് മാഡം.